ഹായ് ഫ്രണ്ട്സ്, മോംസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഓണം എത്രത്തോളം മലയാളിക്ക് പ്രാധാന്യമാണോ അതുപോലെ തന്നെ ഓണസദ്യ അല്ലേ. അപ്പോൾ അത് ഓണസദ്യക്ക് നല്ല അടിപൊളിയായിട്ട് കയ്പ്പ് ഒട്ടും ഇല്ലാത്തൊരു നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കറി നാരങ്ങ അഥവാ വടുക്കപ്പുളി നാരങ്ങ എന്നൊക്കെ പറയത്തില്ലേ, അതെടുത്തിട്ടുണ്ട്, വടുക്കപ്പുളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ വെള്ളം ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം വെള്ളം അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് ചൂടായി തിള കൂടി വരുമ്പോൾ നാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് 2-3 മിനിറ്റ് മതിയാവും. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും വേഗത്തക്ക രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തീ വെച്ച് കൊടുക്കരുത്. പിന്നെ തീ ഓഫ് ചെയ്ത് ആ വെള്ളത്തിൽ തന്നെ ഒരു 8-10 മിനിറ്റ് നാരങ്ങ അങ്ങനെ കിടക്കട്ടെ. അതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് ഇതെടുത്ത് മാറ്റി ആ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നല്ലപോലെ നാരങ്ങ തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. അതിന് ശേഷം ഈ 2 ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നീളത്തിൽ മുറിച്ചതിന് ശേഷം കീറി ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കീറി അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ പീസ് എടുത്തിട്ട് ആ നടുക്ക് ഭാഗത്തുള്ള വെള്ള പോർഷനില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്ക് ആ നാരങ്ങയുടെ വിത്തെല്ലാം മാറ്റാനായിട്ട് എളുപ്പം മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു വിത്ത് പോലും ഇല്ലാതെ വിത്തെല്ലാം നമുക്കിങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാ വിത്തും മാറ്റിയെടുക്കുക. അപ്പോൾ ഒത്തിരി നാരങ്ങ വെന്തളിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് വാടി കിട്ടുകയും ചെയ്യാവൂ. അതുപോലെ നല്ല വിളഞ്ഞ നാരങ്ങ നോക്കി കറി വയ്ക്കാനായിട്ട് എടുക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതെല്ലാം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നടുക്കുള്ള പോർഷൻ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറിയ പീസായിട്ട് നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ഒട്ടും കയ്പില്ലാത്ത അടിപൊളി നാരങ്ങ അച്ചാർ നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ ഞാനിതാ നാരങ്ങ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വിത്ത് ഒരു ശകലം പോലും ആ സീഡ് അതിനകത്ത് ഇല്ലാത്തവണ്ണം നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലാം അരിഞ്ഞ് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് കുലുക്കി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ ഉപ്പെല്ലാം നാരങ്ങയിലൊന്ന് പിടിച്ച് ഇറങ്ങണം, അതിന് വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ഈ അച്ചാറിടുമ്പോൾ വിനാഗിരിയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഒട്ടും ചേർക്കുന്നില്ല. ഈ നാരങ്ങേന്ന് തന്നെ എന്താ പറയുക, വെള്ളം പിന്നെ ഊർന്ന് വരും. അതുപോലെ തന്നെ വിനാഗിരി ഒട്ടുമേ ചേർക്കുന്നത്, ഈ നാരങ്ങയ്ക്ക് തന്നെ നല്ല പുളിയുണ്ട്, പിന്നെ നമ്മൾ ഈ വിനാഗിരി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് ശേഷം ഞാനത് മാറ്റി വെച്ചതിന് ശേഷം ചീനച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമ്മളിടുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് കറിവേപ്പില എല്ലാം കഴുകി വെള്ളം ഒട്ടുമില്ലാതെ ഫാനിൻ്റെ കാറ്റ് കൊള്ളിച്ച് നല്ലപോലെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുക. വെള്ളമയം ഇല്ലാതെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരി എടുത്തേക്കുന്നത്, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടണം, ഒത്തിരി വാടിപ്പോകണ്ട. അത് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് ഞാനിപ്പോൾ അടപ്പ് കൊണ്ടുവന്ന് മറച്ചത് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യുക. ഈ സമയം ഞാൻ തീ കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാം, ഈ ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള കായപ്പൊടി വറുത്ത ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി നല്ലപോലെ ഒന്ന് പരുവാക്കി എടുക്കണം. അപ്പോൾ ഈ ചട്ടിയിലെ ചൂട് മാത്രം മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പുളിപ്പും ആ എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അത് ആവശ്യമെങ്കിൽ മാത്രം ഇടുക, അത് വേണ്ടാന്നുള്ളവർ അത് ഉപേക്ഷിക്കുക. അപ്പോൾ ഇപ്പം നമ്മുടെ അരപ്പെല്ലാം റെഡിയായിട്ട് അതിന് ശേഷം ഞാനൊരു 10-15 മിനിറ്റോളം ചീനച്ചട്ടിയിൽ അരപ്പ് അവിടെ അങ്ങനെ തന്നെ വെച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ അരപ്പും നല്ലപോലെ തണുത്തിട്ടുണ്ട്, നാരങ്ങയുടെ ചൂടും കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ചൂടോടെ വീണ്ടും നാരങ്ങ ചീനച്ചട്ടിക്കകത്ത് ഇടുവാണെങ്കിൽ കയ്പ്പിറങ്ങും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയണേ.
അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒരു പാത്രത്തിലാക്കി അടച്ച് വയ്ക്കുക. അത് ഏറ്റവും നല്ലത് കുപ്പിപ്പാത്രം തന്നെയാണ്. അപ്പോൾ ചില്ലുകുപ്പിക്കകത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ അച്ചാർ ഐറ്റങ്ങളൊന്നും പ്ലാസ്റ്റിക്കിൽ ആരും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.